ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നവരായിരിക്കും. ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകളും നമ്മൾ നടത്താറുണ്ട്. ദേവപ്രീതിക്കും ഭക്തരുടെ ആയുരാരോഗ്യ വർധനവിനും വേണ്ടിയാണ് ക്ഷേത്ര തിരുനടകളിൽ വഴിപാടുകൾ നടത്തിവരുന്നത്. ഓരോ ക്ഷേത്രങ്ങളിലും വിവിധ തരത്തിലുള്ള വഴിപാടുകൾ നിലവിലുണ്ട്. ചില ആളുകൾ അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും ഒരു ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ബോർഡിലുള്ള വഴിപാട് വിവരങ്ങൾ നോക്കി അതിൽ ഏതെങ്കിലും ഒരു വഴിപാട് കഴിപ്പിക്കാറാണ് പതിവ്. ഓരോ വഴിപാടിനും ഓരോ ഫലങ്ങളുണ്ട്. അതിനെ പറ്റിയുള്ള ശരിയായ ധാരണ പലർക്കും ഇല്ല എന്ന് തന്നെ പറയാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പല വിധത്തിലുള്ള വഴിപാടുകളും അവ നടത്തിയാൽ ലഭ്യമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ ഫലങ്ങളുമാണ്. യഥാർത്ഥത്തില് ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർ യഥാശക്തി വഴിപാടുകൾ നടത്തിയാൽ മാത്രം മതിയാകും. എന്നാൽ കൂടുതൽ ആത്മസംതൃപ്തിക്കായി ഇത്തരം വഴിപാടുകൾ നടത്തുന്നവരും കുറവല്ല. ചില ക്ഷേത്രങ്ങളിൽ നിർബന്ധപൂർവം ഇത്തരം വഴിപാടുകൾ ചെയ്യിപ്പിക്കാറുമുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ഓരോ വഴിപാടിൻ്റെയും ഗുണങ്ങൾ അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാലുള്ള ഫലങ്ങളെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള വഴിപാടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വിളക്ക് വഴിപാടുകൾ ഉണ്ടാവും. വിളക്ക് വഴിപാടുകൾ കഴിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് ദുഃഖ നിവാരണമാണ്. ഇനി പിൻവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് മംഗല്യസിദ്ധി, ദാമ്പത്യ ഐക്യം എന്നിവയാണ്. അടുത്തത് കെടാവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് മഹാവ്യാധിയിൽ നിന്ന് മോചനം നേടുക എന്നതാണ്. ഇനി നെയ്വിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം നേത്രരോഗ ശമനമാണ്. ചുറ്റുവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം മനഃശാന്തി, പാപമോചനം, യശസ് എന്നിവയാണ്. നാരങ്ങാ വിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം രാഹുദോഷ നിവാരണം, വിവാഹ തടസ്സം നീങ്ങൽ എന്നിവയാണ്. ആൽവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ്. മാല വഴിപാട് കഴിച്ചാലുള്ള ഫലം മാനസിക സുഖമാണ്. അടുത്തത് കൂവളമാല വഴിപാട് കഴിച്ചാലുള്ള ഫലം എന്ന് പറയുന്നത് 3 ജന്മങ്ങളിലെ പാപങ്ങൾ നശിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഉറച്ച മനസ്സിന്, ശിവസായുജ്യത്തിന് ഇതിനൊക്കെയും കൂവളമാല വഴിപാട് കഴിക്കാം. നിറമാല വഴിപാട് കഴിച്ചാലുള്ള ഫലം അഭീഷ്ടസിദ്ധിയാണ്. ഗണപതി ഹോമം കഴിച്ചാലുള്ള ഫലം വിഘ്നങ്ങൾ മാറി ലക്ഷ്യം കൈവരിക്കലാണ്. കറുക ഹോമം വഴിപാട് കഴിച്ചാലുള്ള ഫലം ബാലാരിഷ്ടമുക്തി, രോഗശമനം എന്നിവയാണ്. മൃത്യുഞ്ജയ ഹോമം വഴിപാട് കഴിച്ചാലുള്ള ഫലം കഠിന രോഗ നിവാരണം, സകലവിധ പാപമോചനം എന്നിവയാണ്. തിലക ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം പ്രേതോപദ്രവങ്ങളിൽ നിന്ന് ശാന്തിയാണ്. കാളികാ ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം ശത്രുദോഷ ശമനമാണ്. ലക്ഷ്മി ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം ധനാഭിവൃദ്ധിയാണ്. ചയോദ്രുമ ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം രോഗശാന്തിയാണ്. ഐക്യമത്യ ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം കുടുംബ ഭദ്രത, മത്സരം ഒഴിവാക്കൽ എന്നിവയാണ്. സുദർശന ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം രോഗശാന്തിയാണ്. അഘോര ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം ആഭിചാരബാധ, ശത്രുദോഷം എന്നിവയുടെ നിവാരണമാണ്. ആയില്യ പൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം ത്വക്ക് രോഗശമനം, സർപ്പപ്രീതി, സർപ്പദോഷം നീങ്ങൽ എന്നിവയാണ്. ഉമാമഹേശ്വര പൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം മംഗല്യ തടസ്സ നിവാരണമാണ്. ലക്ഷ്മി നാരായണ പൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം ദുരിത നിവാരണം, ശത്രു നിവാരണം എന്നിവയാണ്. 100 പാലും വഴിപാട് നടത്തിയാലുള്ള ഫലം സന്താന ലാഭം, രോഗശാന്തി, ദീർഘായുസ് എന്നിവയാണ്. ഭഗവതി സേവ വഴിപാട് നടത്തിയാലുള്ള ഫലം ദുരിത നിവാരണം, ആപത്തുകളിൽ നിന്നും മോചനം എന്നിവയാണ്. ബ്രഹ്മരക്ഷസ് പൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം സ്ഥലദോഷത്തിനും നാൽക്കാലികളുടെ രക്ഷയ്ക്കുമാണ് ഈ വഴിപാട്. നിത്യപൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം സർവവിധ ഐശ്വര്യമാണ്. ഉദയാസ്തമന പൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം ദീർഘായുസ്, ശത്രുദോഷ നിവാരണം, സർവൈശ്വര്യം എന്നിവയാണ്. ഉഷപൂജ വഴിപാട് നടത്തിയാലുള്ള ഗുണം വിദ്യാലാഭം, സന്താനലബ്ധി എന്നിവയാണ്. ഉച്ചപൂജ വഴിപാട് നടത്തിയാലുള്ള ഗുണം രോഗശാന്തി, ഗൃഹദ്രവ്യലാഭം, മനസമാധാനം എന്നിവയാണ്. അത്താഴ പൂജ വഴിപാട് നടത്തിയാലുള്ള ഗുണം ആയുരാരോഗ്യ സൗഖ്യമാണ്. ഒറ്റപ്പം വഴിപാട് നടത്തിയാലുള്ള ഗുണം നല്ല ആരോഗ്യമാണ്.
കദളിപ്പഴം നിവേദ്യം നടത്തിയാലുള്ള ഫലം ജ്ഞാനലബ്ധിയാണ്. വെണ്ണ നിവേദ്യം നടത്തിയാലുള്ള ഫലം ബുദ്ധിക്കും വിദ്യയ്ക്കും വേണ്ടിയാണ്. വെള്ള നിവേദ്യം വഴിപാട് നടത്തിയാലുള്ള ഗുണം ദാരിദ്ര്യം നീങ്ങലാണ്. അവിൽ നിവേദ്യം വഴിപാട് കഴിച്ചാലുള്ള ഗുണം ദാരിദ്ര്യ നിർമാർജനമാണ്. ത്രിമധുരം വഴിപാട് നടത്തിയാലുള്ള ഗുണം താപത്രയങ്ങളിൽ നിന്നും മുക്തിയാണ്. പഞ്ചാമൃതം വഴിപാട് നടത്തിയാലുള്ള ഗുണം ദേവാനുഗ്രഹമാണ്. ചന്ദനം ചാർത്ത് വഴിപാട് നടത്തിയാലുള്ള ഗുണം ഉഷ്ണരോഗശമനം, ചർമ്മരോഗശാന്തി എന്നിവയാണ്. ദേവിക്ക് മുഴുക്കാപ്പ് ചാർത്തിയാൽ ലഭിക്കുന്ന ഗുണം പ്രശസ്തി, ദീർഘായുസ് എന്നിവയാണ്. ഗണപതിക്ക് മുഴുക്കാപ്പ് ചാർത്തിയാൽ ലഭിക്കുന്ന ഗുണം കാര്യതടസ്സം മാറിക്കിട്ടലാണ്. ശിവന് മുഴുക്കാപ്പ് ചാർത്തിയാൽ ലഭിക്കുന്ന ഗുണം രോഗശാന്തി, ദീർഘായുസ് എന്നിവയാണ്. കാവടിയാട്ടം വഴിപാട് നടത്തിയാലുള്ള ഗുണം ഐശ്വര്യലബ്ധിയാണ്. മുട്ടറുക്കൽ വഴിപാട് നടത്തിയാലുള്ള ഗുണം തടസ്സങ്ങൾ നീങ്ങലാണ്. താലി ചാർത്തൽ വഴിപാട് നടത്തിയാലുള്ള ഗുണം മംഗല്യഭാഗ്യത്തിനാണ്. നീരാഞ്ജനം വഴിപാട് നടത്തിയാലുള്ള ഗുണം മനസ്വസ്ഥത, ശനിദോഷ നിവാരണം, രോഗവിമുക്തി എന്നിവയാണ്. വെടിവഴിപാട് നടത്തിയാലുള്ള ഗുണം നഷ്ടപ്പെട്ട ദ്രവ്യം കണ്ടെത്തുന്നതിനും കാര്യസാധ്യത്തിനുമാണ്. പായസം വഴിപാട് നടത്തിയാലുള്ള ഗുണം ധനധാന്യ വർധനവാണ്. തന്നീരാമിത്രം വഴിപാട് നടത്തിയാലുള്ള ഗുണം രോഗശാന്തി, അഭീഷ്ടശാന്തി എന്നിവയാണ്. അപ്പോൾ ഓരോ വഴിപാടുകളുടെയും ഫലം എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് വഴിപാടുകൾ നിർബന്ധമായും ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ ദേവീദേവന്മാരുടെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കും. കാര്യസാധ്യത്തിനും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്തും ഏതെങ്കിലും വഴിപാടുകൾ കഴിക്കുന്നതിന് പകരം ആ ഫലം ലഭിക്കുന്ന രീതിയിലുള്ള വഴിപാടുകൾ കഴിക്കുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.